ഖുർആൻ ആസ്വാദനം 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ 6-ാമത്തെ ആയത്ത്. ഞങ്ങളെ നീ നേർമാർഗത്തിലൂടെ നയിക്കണമേ. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ തഫ്ഖീമിൻ്റെ വായ നിറച്ച് കാറ്റ് ഉള്ളിലേക്ക് പോകുന്ന രൂപത്തിൽ ഉച്ചരിക്കേണ്ട 3 അക്ഷരങ്ങൾ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. സ്വാദ്, റോ, ത്വ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ വായ നിറയണം. കാറ്റ് ഉള്ളിലേക്കാണ് പോകേണ്ടത്. ഖ, സ്വാദ്, ളാദ്, ഐൻ, ത്വ, ഖാഫ്, ള. ഈ അക്ഷരങ്ങളൊക്കെ ഈ ഇസ്തിഅലാന്റെ അഥവാ തഫ്ഖീമിൻ്റെ കട്ടി കൂട്ടേണ്ട, വായ നിറച്ച് കാറ്റുള്ളിലേക്ക് പോകേണ്ട അക്ഷരങ്ങളാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. മുസ്തഖീം, അവസാനം ചുണ്ടടയണം. കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആസ്വാദനം. നയിക്കുക എന്നർത്ഥമുള്ള ഹദായുടെ അഭ്യർത്ഥന ക്രിയയാണ് ഇഹ്ദി. നയിക്കണമേ എന്നോ മാർഗം കാണിച്ചു തരണമോ എന്നോ ഇഹ്ദിയെ മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്യാം. ഹദയുടെ ധാതുരൂപങ്ങളാണ് ഹിദായത്തും ഹുദായും. മാർഗദർശനം എന്ന് മലയാളത്തിലും ഗൈഡൻസ് എന്ന് ഇംഗ്ലീഷിലും പരിഭാഷപ്പെടുത്തുന്ന പദങ്ങളാണിവ. സൃഷ്ടിപ്രപഞ്ചത്തിൽ മൊത്തത്തിൽ കാണപ്പെടുന്നതാണ് അള്ളാഹുവിൻ്റെ മാർഗദർശനം. ചെറുതും വലുതുമായ പ്രതിഭാസങ്ങളെല്ലാം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. അവയുടെ അസ്തിത്വത്തിൽ തന്നെ നിലീനമാണ് ആ മാർഗദർശനം. അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ നിന്ന് തെന്നിമാറി ഒന്നിനും നിലനിൽക്കുവാൻ കഴിയില്ല. പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾക്കെല്ലാം മാർഗദർശനം നൽകിയവനായി അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഖുർആൻ സൂക്തങ്ങൾ വെളിപ്പെടുത്തുന്നത് സൃഷ്ടികളിലെല്ലാം അവയുടെ അസ്തിത്വത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ട ഈ മാർഗദർശനത്തെയാണ്. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്തവൻ, വ്യവസ്ഥ നിർണയിച്ചു മാർഗദർശനം നൽകിയവർ, ഓരോ വസ്തുവിനും അതിൻ്റെ പ്രകൃതം നൽകുകയും പിന്നെ മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് ഞങ്ങളുടെ നാഥൻ. ജീവജാലങ്ങളുടെ ജനിതക കോഡിൽ രേഖപ്പെടുത്തപ്പെട്ട അവയുടെ ജീവിതക്രമം എന്ന് ശാസ്ത്രജ്ഞൻ പറയുമ്പോൾ ഈ മാർഗദർശനത്തെയാണ് അയാൾ അടയാളപ്പെടുത്തുന്നത്. മനുഷ്യനടക്കമുള്ള സൃഷ്ടികൾക്കൊന്നും ലംഘിക്കാനാവാത്തതാണ് ഈ മാർഗദർശനം. മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി നന്മകൾ ചെയ്ത് ഉന്നതനാവാനും തിന്മകൾ ചെയ്ത് അധമനാവാനും കഴിയുന്ന ജന്തുവാണ് മനുഷ്യൻ. നന്മയും തിന്മയും തിരഞ്ഞെടുക്കുവാൻ അവന് സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഈ മേഖലയിൽ അവരെ മാർഗദർശനം ചെയ്യേണ്ട ഉത്തരവാദിത്തം പടച്ചവൻ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രവാചകന്മാരുടെ നിയോഗം വഴി ഈ ഉത്തരവാദിത്തത്തിൻ്റെ നിർവഹണമാണ് നടന്നത്. നിയോഗിക്കപ്പെട്ട സമൂഹങ്ങളിലുള്ളവരെ നന്മകളിലൂടെ നയിക്കുകയും തിന്മകളിൽ നിന്ന് തടയുകയുമാണ് പ്രവാചകന്മാർ ചെയ്തത്. എല്ലാ മനുഷ്യ സമൂഹങ്ങളിലേക്കും മാർഗദർശികളായ പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ടെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അവസാന നാളുകൾ വരെയുള്ള മനുഷ്യർക്കാകെ മാർഗദർശനം നൽകാനായി നിയോഗിക്കപ്പെട്ടയാളായാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. പ്രവാചകന്മാരിലൂടെ അള്ളാഹു മനുഷ്യർക്കെല്ലാം മാർഗദർശനം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അതാണ് നേരായ മാർഗം അഥവാ സിറാത്തൽ മുസ്തഖീം. സകല നന്മകളുടെയും ദൈവിക തൃപ്തിയുടെയും സ്വർഗപ്രവേശനത്തിൻ്റെയും എല്ലാം മാർഗമാണിത്. അന്തിമ പ്രവാചകനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട മാർഗദർശനം അത് സ്വീകരിച്ചവരാണ് വിശ്വാസികൾ. പിന്നെ എന്തിനാണ് നേർമാർഗത്തിലൂടെ നയിക്കുന്നതിനായി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വഹീഹായ പരമ്പരയോടെ ഇമാമുമാർ തിർമിദിയും ദാരിമിയും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് കാണുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വേണ്ടി ഒരു നേർരേഖ വരച്ച ശേഷം പറഞ്ഞു, ഇതാണ് അള്ളാഹുവിൻ്റെ മാർഗം. പിന്നീട് അതിൻ്റെ വലതുവശത്തേക്കും ഇടതുഭാഗത്തേക്കും കുറേ വരകൾ വരച്ചുകൊണ്ട് പറഞ്ഞു, ഇത് മറ്റു ചില വഴികളാണ്. ഈ വഴികളിലെല്ലാം പിശാചുണ്ട്. അതിലേക്കാണ് അവൻ ക്ഷണിക്കുന്നത്. ശേഷം അദ്ദേഹം ഇങ്ങനെ പാരായണം ചെയ്തു, ഇതാണ് എൻ്റെ നേർമാർഗം,
നിങ്ങൾ പിന്തുടരേണ്ടത് അതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്ത ഖുർആൻ സൂക്തത്തിൻ്റെ ബാക്കിയുടെ സാരം ഇങ്ങനെയാണ്: മറ്റു മാർഗങ്ങൾ പിൻപറ്റരുത്, അവയൊക്കെ അവൻ്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ ചിതറിപ്പിക്കും. നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് നൽകിയ ഉപദേശമാണത്. വളവുകളൊന്നുമില്ലാത്ത ദൈവിക മാർഗത്തിൽ നിന്ന് അതിലൂടെ പോകുന്നവരെ തെറ്റിക്കുന്നതിനായി പിശാച് സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമെന്നും അപ്പോഴെല്ലാം ദൈവിക മാർഗദർശനത്തിൻ്റെ നേർമാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കണമെന്നുമാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഋജുവായ നേർമാർഗത്തിൽ നിന്ന് ഒരാൾ തെറ്റുക പലപ്പോഴും ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിലായിരിക്കുമെന്നും അങ്ങനെ തെറ്റിക്കാനായി പിശാച് കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുമെന്നും തങ്ങൾ നേർമാർഗത്തിലാണെന്ന് കരുതിക്കൊണ്ടാണ് അവയിൽ നിന്ന് തെറ്റിയവർ പോയിക്കൊണ്ടിരിക്കുകയെന്നും തെറ്റുന്നത് ചെറിയ പ്രശ്നങ്ങളുടെ പേരിലാണെങ്കിൽ പോലും കുറെ കഴിയുമ്പോൾ നേർമാർഗവും തെറ്റിപ്പോയവരുടെ പാതകളും തമ്മിൽ വലിയ അന്തരമുണ്ടാവുമെന്നും പിന്നെ തിരിച്ച് അവർ നേർമാർഗത്തിലെത്തുക വലിയ പ്രയാസമാകുമെന്നുമെല്ലാമുള്ള വലിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ ഹദീസ്. അതുകൊണ്ട് തന്നെ നേർമാർഗത്തിൽ നിന്ന് തെറ്റാതെ മുന്നോട്ട് പോകുവാൻ ഓരോ വിശ്വാസിക്കും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ആവശ്യമുണ്ട്. നേർമാർഗത്തിൽ നിന്ന് വഴിതെറ്റുന്നത് അഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ ഭയാനകമായി അനുഭവപ്പെടുന്നവരായിരിക്കും ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചവരെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിന്ന് ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്തിട്ടുണ്ട്. വിശ്വാസികളെ എല്ലാം നേർമാർഗത്തിലൂടെ തന്നെ നയിക്കണമേ എന്ന ആവർത്തിച്ചുള്ള പ്രാർത്ഥന ഈമാനിനെ ആസ്വദിക്കുന്ന ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനമാണ് എന്നർത്ഥം. നേർമാർഗത്തിലൂടെ നയിക്കണമേ എന്ന പ്രാർത്ഥനയോടൊപ്പം തന്നെ എന്താണ് നേർമാർഗം എന്നതുകൂടി കൃത്യമായി നിർവചിക്കുന്നുണ്ട് ഫാത്തിഹ. ആ നിർവചനത്തോടെ അവസാനിക്കുകയാണ് ഫാത്തിഹ അടുത്ത വചനത്തോടു കൂടി.